ശബരിമല കൊള്ളക്കേസിൽ ഇനി കെ പി ശങ്കരദാസിനെയും അഡ്വക്കേറ്റ് എൻ ബിജുകുമാറിനെയും ചോദ്യം ചെയ്യാനായിട്ട് SIT ഒരുങ്ങുന്നു. കാരണം കെ പി ശങ്കരദാസിന് അല്പസ്വല്പം അസുഖങ്ങളുള്ള ആളാണ്, ചികിത്സയിലാണ് എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബിജുകുമാറിനെ ഈ രണ്ടുപേരെയും കൂടെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവിടെ പത്മകുമാർ സ്വർണം പൊതിഞ്ഞ വാതില് പാളികൾ വെളിയിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുവദിക്കുമ്പോൾ അങ്ങനെ അനുമതി നൽകിയ ഉത്തരവിൽ ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഒപ്പിട്ടിട്ടുണ്ട്. കൂടെ മെമ്പർമാരായ അഡ്വക്കേറ്റ് വിജയകുമാറും കെ പി ശങ്കരദാസും ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ 3 പേരും കൂടെ അറിഞ്ഞ് മാത്രമാണ് ഈ വാതിൽ പാളികൾ വെളിയിലേക്ക് പോയത്. അതുകൊണ്ട് പത്മകുമാറിൻ്റെ അതേ ഉത്തരവാദിത്തം അഡ്വക്കേറ്റ് വിജയകുമാറിനും കെ പി ശങ്കരദാസിനും ഉണ്ട്. ആ കാര്യം തന്നെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ SITയുടെ പോക്കിനെ വിമർശിച്ചപ്പം മെല്ലെപ്പോക്ക് നയത്തിൽ മെല്ലെപ്പോക്കാണ് ഇപ്പം നടക്കുന്നത് എന്ന് അദ്ദേഹം ആ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞു. N വാസുവിൻ്റെയും മുരാരി ബാബുവിൻ്റെയും KS ബൈജുവിൻ്റെയും ജാമ്യം ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹം അത് നിഷേധിച്ചു, ജാമ്യം കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ വിലയിരുത്തൽ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേ ആഴ്ചകളായി SIT അല്പം മെല്ലെപ്പോക്ക് നടത്തുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുവരെയുള്ള കേസിൻ്റെ പുരോഗതിയും മറ്റും അവലോകനം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് അത് തോന്നിയത്. അത് ഈ 2 പേരെ ചോദ്യം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് SITക്ക് ഉള്ള പോലെ തോന്നുന്നു. കെ പി ശങ്കരദാസിനെയും N വിജയകുമാറിനെയും അവരെ ഒരു തരത്തിലും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഈ വാതിൽപ്പാളി വെളിയിൽ പോകുന്ന പേപ്പറിൽ അനുമതിക്ക് ഒപ്പിട്ടതിൽ പത്മകുമാറിനൊപ്പം ഇവർ 2 പേരുമുണ്ട്. അതുകൊണ്ട് ഇനി അവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അവരുടെ അറിവോടുകൂടി തന്നെയാണ് പുറത്തേക്ക് പോയത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അറസ്റ്റിലേക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ചില താമസങ്ങൾ ഇവരെ 2 പേരെയും ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് കണക്കാക്കിയിട്ടായിരിക്കണം ജസ്റ്റിസ് ആ ജാമ്യ നിഷേധ സമയത്ത് ജസ്റ്റിസ് ബദറുദ്ദീൻ അങ്ങനെ ഒരു റിമാർക്ക് അല്ലെ ഒരു കമൻറ്റ് പറഞ്ഞത്. അദ്ദേഹത്തിന് അത് മനസ്സിലായി. അല്പസ്വല്പം ഡിലേ വന്നിരിക്കുന്ന ഇവിടെ ഒപ്പിട്ടവരാണ്, പിന്നെ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല? അദ്ദേഹത്തിൻ്റെ നിഗമനം കറക്റ്റായിരുന്നു, 100% ശരിയാണ്, യാതൊരു സംശയമില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇവരെ 2 പേരെയും അറസ്റ്റിൽ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വളരെ കൃത്യമായിരുന്നു. കാരണം ഇതുപോലെയുള്ള ഒരു സ്വർണ്ണക്കൊള്ളയിലെ പിന്നെ ഒരു ജഡ്ജ് എങ്ങനെയാണ് പറയേണ്ടത്? അദ്ദേഹത്തിന് ഇതുപോലെയുള്ള സംഭവങ്ങൾ പോലീസ് വളരെ കാര്യക്ഷമതയോടെ അന്വേഷിക്കുന്നവർ പെട്ടെന്ന് അല്പം ഡിലേ വരുത്തിയത് ആ രാഷ്ട്രീയപരമായ സമ്മർദ്ദം കൊണ്ടാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. എന്തായാലും ആ 2 പേരെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അത് തന്നെയല്ല, ശബരിമലയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ച ഇവരൊക്കെ തന്നെയാണ് അത് നശിപ്പിക്കാൻ കൂട്ടുനിന്നത് എന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വാതിൽപ്പാളി വെളിയിൽ കൊണ്ടുപോകാൻ ഇവരെ അനുമതി കൊടുത്തത് തർക്കമറ്റ സംഗതിയാണ്. അതേസമയത്ത് ഇപ്പം ഈ കേസിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹം കടത്തി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആരോപണം ഇപ്പം വന്നു. ആ പഞ്ചലോഹ വിഗ്രഹം ഇതുവരെ SITയുടെ അന്വേഷണത്തിൽ വന്നോ ഇല്ലയോ എന്ന് സംശയമാണ്. ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ കട്ടിലപ്പടിയും വാതിൽപ്പടിയൊക്കെയാണ്. അവിടുത്തെ സ്വർണം മോഷ്ടിച്ചതിനെ പറ്റിയാണ് അന്വേഷണം മുന്നോട്ട് പോയത്. ആ സമയത്താണ് ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹം ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയി. അതിനെ D മണി എന്ന ഒരാളാണ്
അത് കടത്തിക്കൊണ്ട് പോയെന്നും അങ്ങേര് തിരുവനന്തപുരത്ത് വന്നെന്നും അതിൻ്റെ പണം കൈമാറിയെന്നും ഒക്കെയാണ് വാർത്തകൾ വന്നത്. പക്ഷേ ഡി മണിയെ SIT കണ്ടെത്തി ചെന്നൈയിൽ പോയി അങ്ങനെ ഒരാളുണ്ട്. ആ ശബരിമല സംഭവം നടക്കുമ്പോൾ തന്നെ ഡയമണ്ട് എന്നൊരാളുടെ പേര് അവിടെയൊക്കെ സഞ്ചരിച്ചിരുന്നു. ആ പേരുകളൊക്കെ വാർത്തയിൽ വന്നിരുന്നു. ആ ഡയമണ്ട് എന്ന് പറയുന്ന ആളാണ് ഡി മണി, ഡയമണ്ട് മണി എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഡയമണ്ട് മണിയെ നേരത്തെ ജയലളിതയുടെ കേസ് സമയത്ത് ഇതുപോലൊരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് അന്ന് കോടനാട്ടെ എസ്റ്റേറ്റിനകത്തുള്ള സാധനങ്ങളെല്ലാം വിലപിടിപ്പുള്ള കടത്തിയപ്പം ഇതുപോലുള്ള ആളുടെ പേര് അങ്ങ് പൊങ്ങി വന്നിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ആ ഡയമണ്ട് മണി തന്നെയാണോ ഇവിടെ വന്നത് എന്ന് നമുക്കിപ്പോൾ സംശയം. അതേസമയത്ത് ഡി മണിയെ SIT കണ്ട് ചോദ്യം ചെയ്തു, ചെന്നൈയിലെത്തി. അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നാണ് പറയുന്നത്. പല ആൾക്കാരും തുടക്കത്തിൽ നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല, അറിയില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ പിന്നീട് അറസ്റ്റിലേക്ക് വന്നു, റിമാൻഡിലേക്കൊക്കെ പോയ ചരിത്രം നമുക്കറിയാം. എന്തായാലും ഡി മണിക്ക് ഏതെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് SIT കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് അടുത്ത ദിവസം തന്നെ അതിൻ്റെ വിവരങ്ങൾ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ജയലളിതയുടെ കോടനാട്ടെ എസ്റ്റേറ്റിലെ ആ ഒരു ഇഷ്യൂ, അവർ മരിച്ച ശേഷം അവിടുത്തെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും കടത്തിയെന്നും അതിനവിടെ കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശശികല എന്ന അവരുടെ കൂടെ നടന്ന ആ സ്ത്രീയെ പറ്റിയൊക്കെ ആരോപണങ്ങൾ അന്ന് വന്നതാണ്. എന്താണ് ആ കോടനാട്ടെ എസ്റ്റേറ്റിൽ നിന്ന് എന്തൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് കടത്തിയെന്നൊക്കെ ഏതായാലും അവിടുത്തെ കേസിനകത്തൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ സമയത്തുള്ള ജയലളിതയായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഒരാളാണോ ഈ ഡി മണി എന്ന ബാലമുരുകൻ എന്ന ആള്, അല്ലെങ്കിൽ ഡിണ്ടിക്കൽ മണി? ഡി മണി ഡയമണ്ട് മണിയാണോ, ഡിണ്ടിക്കൽ മണിയാണോ, അതോ ബാലമുരുകനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലതും ഇപ്പം വരുന്നുണ്ട്. ഇത് വ്യത്യസ്തമായ ആളുകളാണോ? ഏതായാലും ജയലളിതയുടെ ആ സംഭവത്തിൽ എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഡിണ്ടിക്കൽ മണിയെ പറ്റി കേട്ടിരുന്നു. ശബരിമല വന്നപ്പോൾ ഡി മണി എന്ന് പറയുന്ന ഒരാൾ. അതേസമയത്ത് അവിടെ പല ആൾക്കാരും അന്ന് അവിടെ പറഞ്ഞു പരത്തിയത് അവിടെ ഡി മണി എന്നല്ല, ഡയമണ്ട് മണിയെ, ഡയമണ്ട് എന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളാണോ അതോ ഇനി വേറെ ആളുണ്ടോ എന്നൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് SITയുടെ അന്വേഷണം ഇനി വളരെ അധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇവരെ രണ്ടുപേരെയും കൂടെ അറസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് 3-4 പേര് കൂടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ആരാണെന്ന് SITക്ക് അറിയാം, അതിലേക്ക് അറസ്റ്റ് നീങ്ങണം. അതേ സമയത്ത് ഈ കേസിനകത്ത് 2 സീനിയർ IPS ഓഫീസർമാർ അനാവശ്യമായി ഇടപെടുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. അത് ഈ ടീമിനകത്തുള്ള ഒരു IPS ഓഫീസർ ഉണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരാണ് ഇവരെ ഈ കേസിനകത്ത് ഉൾപ്പെട്ട പത്മകുമാർ തുടങ്ങിയ ആൾക്കാർക്ക് അനുകൂലമായി തീരുമാനമെടുക്കാൻ SITയെ പ്രേരിപ്പിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടെന്നുള്ള കാര്യത്തിന് SIT ടീമിന് അറിയാം കൃത്യമായിട്ട്. എന്തുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു 2 ആഴ്ചത്തിന് മെല്ലെപ്പോക്ക് വന്നതെന്നൊക്കെ, അതുകൊണ്ടാണോ എന്നൊക്കെ ജനങ്ങളും പത്രങ്ങളും ഒക്കെ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നാണ് ഡി മണി എന്ന ആള് ഇപ്പോൾ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്? നമ്മൾ നേരത്തെ എല്ലാം കേട്ടത് ഡി മണി തിരുവനന്തപുരത്ത് വന്ന് പണം കൈമാറിയെന്നും ദേവസ്വം ബോർഡ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമീപ്യം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ SITന്ന് ചോർന്ന് കിട്ടുന്നതാണ്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് വിചാരിക്കുന്നത് പോലെ നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അറസ്റ്റ് ചെയ്യാനുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക, അതിനുശേഷം അവരെ റിമാൻഡ് ചെയ്യുക, അവരിൽ നിന്ന് എടുക്കേണ്ട എവിഡൻസുകളൊക്കെ എടുക്കുക. ഇനിയിപ്പം പഞ്ചലോഹ വിഗ്രഹങ്ങളൊക്കെ കടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ അതിന് പുതിയ ഫ്രഷ് കേസുകൾ എടുക്കേണ്ടി വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഒക്കില്ല.